നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛാ, മര്യാദയ്ക്ക് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോഴേ ഈ അമ്മയുടെ കൽപ്പന നിത്യേച്ചിയുടെ കൂടെ പോവാൻ വല്ല ആവശ്യമുണ്ടോ? നീ അങ്ങനെ കിടന്ന് ഉറങ്ങണ്ടെന്ന് കരുതി തന്നെയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്നാ ഞങ്ങൾ പോയിട്ട് വരട്ടെ അമ്മേ. ശരി മോളെ. നിത്യം ഞാൻ നോക്കിക്കോളാം ആന്റി, അതല്ലേ പറയാൻ വന്നത്. സ്വന്തം മോളെ കൂടെ വിടുന്നുണ്ട്. നോക്കണമെന്നോ കൈവിട്ട് കളയരുതെന്നോ ഒന്നും പറയുന്നില്ല. നിന്നെ എന്തിനാ വേറെ ആരെങ്കിലും നോക്കുന്നത്? ചെല്ല്. പോയിട്ട് വരട്ടെ. നിത്യമോളെ, പതുക്കെ പതുക്കെ എല്ലാ സ്ഥലങ്ങളും പരിചയപ്പെടുത്തണം. അല്ല, രഘുവേട്ടൻ ഇത് എന്തായി ആലോചിക്കുന്നത്? അല്ലടോ, ഈ ലീവ് ക്യാൻസൽ ചെയ്തിട്ട് തിരിച്ചു പോയാലോ എന്ന് ആലോചിക്കായിരുന്നു ഞാൻ. അതെന്തു പറ്റി? ഒന്നുമില്ല, വെറുതെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? സ്വന്തം വീട്ടിൽ നിൽക്കുന്നതിനെ കുറിച്ചാണോ ഈ ചോദിക്കുന്നത്? അല്ലെങ്കിൽ രഘുവേട്ടൻ പറയുമല്ലോ, വീട്ടിൽ നിൽക്കുന്നതിനേക്കാൾ സുന്ദരമായ വേറൊരു കാര്യവും ഈ ഭൂമിയിൽ ഇല്ലാന്ന്. അത് പണ്ടല്ലേ. ഇപ്പൊ എന്താ കുഴപ്പം? പണ്ട് ഞാൻ ലീവിനിവിടെ വന്ന് നിൽക്കുമ്പോ എന്റെ കാര്യങ്ങൾ സമയാസമയങ്ങളിൽ താൻ നോക്കുമായിരുന്നു. നമുക്ക് സംസാരിക്കാൻ ഒരുപാട് സമയവും കിട്ടുമായിരുന്നു. ഓ, ഇപ്പൊ അതാണോ? ഇപ്പൊ തനിക്ക് നിത്യമോളെന്നൊരു വിചാരം മാത്രമല്ലേ ഉള്ളൂ. നിത്യമോളെ കുറിച്ചുള്ള ടെൻഷൻ, നിത്യമോളുടെ കുടുംബത്തെ കുറിച്ചുള്ള ടെൻഷൻ. ഇതിന്റെ ഇടയില് എന്നെ എപ്പോഴാണോ ഓർക്കുന്നത്? ഓ, അപ്പൊ അതാണ് കാര്യം. ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു തോന്നല് ശരിക്കും രഘുവേട്ടനുണ്ടോ? ഫീല് ചെയ്തോന്ന് ചോദിച്ചാ കുറച്ചൊക്കെ. അയ്യോടാ. അതെ, ഈ മക്കൾക്കായാലും മരുമക്കൾക്കായാലും തന്നെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുന്നത് എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ലടോ. ദേ, ഞാനൊരു കാര്യം പറയട്ടെ. എന്നെ താൻ തന്നെ നോക്കണം. പിള്ളേരെ കളിയായിക്കോട്ടെ, പക്ഷേ തന്നോട് ഞാൻ വർത്താനം പറഞ്ഞ് തീർന്നിട്ടില്ല. അടുത്തിരുന്ന് കൊതി തീർന്നിട്ടില്ല എന്ന് തന്നെ കൂട്ടിക്കോ. ഇപ്പോ പിള്ളേരാരും ഇവിടെ ഇല്ല. വേണമെങ്കിൽ കുറച്ചു നേരം നമുക്ക് സംസാരിക്കാം. ഇന്നലെ ആയിക്കോട്ടെ. ഇതൊക്കെയാണ് എനിക്ക് മിസ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഈ പരാതി ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. ഈ ഭർത്താക്കന്മാരുടെ കണ്ണ് വെട്ടിച്ച് അവരുടെ ഭാര്യമാരെ കൂടി കറങ്ങാൻ പോവാന്ന് പറഞ്ഞാ അതിന്റെ ത്രില്ലൊന്നും വേറെയാ. ബ്യൂട്ടി പാർലറിലേക്ക് സാധനങ്ങൾ എടുക്കാൻ സാറ് വന്ന് വിളിച്ച അവൾ പോവും. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ സാറ് വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകും. ആ ബന്ധം ശരിയല്ല. നിത്യയും സാറയും എന്തെങ്കിലും പറഞ്ഞ് തമ്മിൽ തെറ്റിക്കണം. സാറയുടെ കൂടെ അവള് പോവാൻ പാടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.